ഇവിടുന്ന് റൈറ്റിലോട്ട് പോകുമ്പോ കോരനാട് എത്തൂട്ടാ. ബട്ടർഫ്ലൈ ഗാർഡൻ ഉണ്ട് കേട്ടോ ഗൈസ്. ഇവിടെയൊക്കെ നിറച്ചും ബട്ടർഫ്ലൈസ് ഉണ്ട് കേട്ടോ. ദേ ഒരു ബട്ടർഫ്ലൈ ഗൈസ്. ദേ ഒരു ബട്ടർഫ്ലൈനും കൂടി ഇങ്ങോട്ട് ദേ ഒരു ബട്ടർഫ്ലൈ പറന്നു പോകുന്നത് കൊണ്ട് നമ്മള് ദേ ഒരു ബട്ടർഫ്ലൈ അവിടെ ഒളിച്ചിരിക്കാൻ മനസ്സിലാവും ഗൈസ്. ഇവിടെ ഫുള്ളും ഫോറസ്റ്റ് ആണ് കേട്ടോ ഗൈസ്. ഈ റോട്ടൊക്കെ കണ്ടോ ഗൈസ്, പാമ്പുകളെ പോലത്തെ ഉണ്ടല്ലേ. പേടിയാവുണ്ടല്ലോ ഗൈസ്. ഗൈസ് ഇവിടെ മാൻ പാർക്ക് ഉണ്ട്. അപ്പൊ നമുക്ക് മാനെ കാണാൻ പോവാം. ഫ്രണ്ട്സ് നമ്മുടെ മാൻ്റെ അടുത്തെത്താറായിട്ടുണ്ട് കേട്ടോ. ഗൈസ് ഇവിടെ കുറേ മാൻ ഉണ്ട് ഗൈസ്. നല്ല സൂപ്പറൊക്കെ ഉണ്ട് കേട്ടോ. പടങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഗൈസ്. ദേ ചിലവരൊക്കെ അവിടെ ഫുഡ് കഴിക്കുകയാണ് കേട്ടോ. ചിലരൊക്കെ നടന്നുകൊണ്ട് പോവുകയാണ്. ചിലരൊക്കെ ഉറങ്ങുവാണ്. ചിലരൊക്കെ തിന്നുവാണ് കേട്ടോ. ഇവിടെ കൊമ്പില്ലാത്ത വലിയ മാനുകളുണ്ട് കേട്ടോ ഗൈസ്. ഈ മരങ്ങളൊക്കെ കണ്ട എന്ത് സൂപ്പറാണ് കേട്ടോ ഗൈസ്. ഗൈസ് നിങ്ങൾക്ക് ഈ മരത്തിന്റെ പേര് അറിയാണെങ്കിൽ കമന്റോട് പറയണേ. ഗൈസ് ഗൈസ് ഇവിടെ വന്നപ്പോൾ മുതൽ തന്നെ സന്തോഷമാണ്. എന്നാലും ഇവിടെ ഓടെ കളിക്കുകയാണ് കേട്ടോ. ഈ ഒരു മരത്തിന്റെ ഇടയിൽ കൂടെ ഇങ്ങനെ ചുറ്റിക്കൊണ്ടിരിക്കുകയാണ്. സൂപ്പർ പ്ലേസ് ആണ് ഗൈസ്. ഇനിയാണ് ഗൈസ് എലിഫന്റ് ക്യാമ്പ്. ഗൈസ് ഇവിടെ കുറേ ആനകളുണ്ട്. സൈസ് ഒക്കെ എത്രയാണ് പെട്ടെന്ന് തന്നെ അറിയാൻ ബോർഡിൽ എഴുതിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് ആനകളിനെ ഒന്നും പോയി കാണാട്ടോ. എല്ലാരും അവിടെ പുല്ലൊക്കെ തിന്നോണ്ടിരിക്കാന്ന് തോന്നുന്നു. ഫ്രണ്ട്സ് ഇവിടെ കുറേ ആനകളുണ്ട്. ഈ ആനകളിനെ ഞങ്ങൾക്ക് പരിചയപ്പെടാം. ഇവനാണ് ഹരിപ്രസാദ്. 50 വയസ്സായിട്ടുണ്ട്. നോക്കുമ്പോൾ തന്നെ ഒരു കുറുമ്പനായിട്ടുള്ള ആന പോലത്തെ ഉണ്ട്. കൊമ്പൊക്കെ കണ്ടു, എന്ത് വലിയ കൊമ്പാന്ന്. ചെവിയൊക്കെ ആട്ടുണ്ട് കേട്ടോ ഗൈസ്. യമ്മിയാണോ? ഗൈസ് ഇതാണ് അഞ്ജന. ഗൈസ് കളിക്കണ്ടെന്ന് തോന്നുന്നു. തലയൊക്കെ ആട്ടുണ്ട് കേട്ടോ. ഫ്രണ്ട്സ് ഈ ആനയുടെ പേരാണ് ആശ. ആശ ഒരു പാവാണ് തോന്നിട്ടോ. ഇലയൊക്കെ തിന്നുന്നുണ്ട് നല്ല കുട്ടിയായിട്ട്. ഉണ്ടല്ലോ ചോറ് തിന്നു. കാണുന്നതാണ് ശുദ്ധ. ഈ ആനയുടെ പേരാണ് അഭിമന്യു. അഭിമന്യു ഭയങ്കരമാണെന്ന് തോന്നുന്നു ഗൈസ്.
ഒരു കൊമ്പൊക്കെ ഉണ്ട്. ഒരു സൂപ്പർ കൊമ്പനാണ് കേട്ടോ. ചെവിയൊക്കെ ഇങ്ങനെ അളകണ്ട കേട്ടോ. കൊമ്പൊക്കെ കണ്ടോട്ടെ ഗൈസ്, എന്ത് വലിയ കൊമ്പാന്ന്. ഇവരാണ് അഭിമന്യു. ഫ്രണ്ട്സ്, ഇത് ഞങ്ങൾക്ക് ആനക്കോട് കാണാൻ പോവാം. അവിടെ ഒരു ഡേഞ്ചറസ് ആന കിടപ്പുണ്ട് കേട്ടോ ഗൈസ്. അവന്റെ പേരാണ് ചന്ദ്രു. ഫ്രണ്ട്സ്, ഇതാണ് ആനക്കോട്. ഫ്രണ്ട്സ്, ഇവനാണ് ചന്ദ്രു. ഇവൻ പക്ഷെ കൂട്ടുകാരൻ്റെ കൂടെയല്ല. എന്താന്ന് പറഞ്ഞാൽ ഇവൻ്റെ കുറുമ്പ് മാറിയിട്ടില്ല. ഇവൻ്റെ കുറുമ്പ് മാറുമ്പോഴാണ് കൂട്ടുകാരൻ്റെ അടുത്ത് കൊണ്ടുപോകണേ. ഈ വഴി കൂടെ ഒക്കെയാണ് കേട്ടോ ഫ്രണ്ട്സ് ആനകളെ കുളിപ്പിക്കാൻ പോകുന്നത്. ഞാനിവിടെ എന്തിനാ ഇരിക്കുന്നതെന്ന് അറിയാമോ? കല്ലും കൊണ്ടുള്ള സീറ്റാണ്. ഹായ് നിങ്ങൾ ട്രീ ഹൗസിൽ കണ്ടിട്ട് ഞങ്ങൾ ട്രീ ഹൗസിൽ പോയാലോ? ഇത് സൂപ്പർ ആണ് കേട്ടോ. സൂപ്പർ പാർക്ക് ഞങ്ങൾക്ക് അങ്ങോട്ട് പോവാം. അപ്പൊ കുറച്ചും കൂടി ആട്ട്.